അപ്ഡേറ്റ് എന്ന് പറയുന്ന ചാനലിലെ നമ്മളുടെ ഗണിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് മാഷ് നമ്മുടെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എഴുതിയിട്ടുണ്ട്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോ നല്ല മഴയാണ് പുറത്ത്, നല്ല മഴയാണ്. 2 ദിവസമായിട്ട് മാഷയുടെ പ്രദേശത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും. ഒരാൾ എന്നോട് വന്ന് ചോദിച്ചത് ഇതാ ഈ സമയത്ത്, ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത്, മാഷേ ഇപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് എന്താണെന്നാ ചോദിച്ചത്. ഞാനൊന്ന് ചിരിച്ചു. ഇപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യതയോ, ഒരു വാക്ക് പറഞ്ഞു അല്ലേ മാഷെ? എന്താ പറഞ്ഞു? സാധ്യത, ചാൻസ്. ഞാൻ പറഞ്ഞു എന്താണ് ഇത്ര ചാൻസ് പറയാനുള്ളത്, എന്താ സാധ്യത പറയാനുള്ളത്? പെയ്തുകൊണ്ടേ ഇരിക്കല്ലേ അല്ലേ? 100% സാധ്യതയല്ലേ അവിടെ? 100% സാധ്യതയല്ലേ? ഉറപ്പല്ലേ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത്? പിന്നെന്താ അത്ര ചോദിക്കാനുള്ളത് അല്ലേ? നേരെ മറിച്ച് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളില് ഒരു ഉച്ച സമയത്ത് 1 മണിക്കൊക്കെ വന്നിട്ട് നല്ല വെയിലുള്ള സമയത്ത് എന്നോട് ചോദിക്കുകയാണ് ആരെങ്കിലും, ഇതേ കക്ഷി എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, പക്ഷെ ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും ചിരിക്കും, ഇതേപോലെ തന്നെ ചിരിക്കും. ഞാൻ പറയും എന്ത് ചോദ്യാണിത്? ഈ പൊരി വെയിലത്ത് മഴ പെയ്യാനുള്ള സാധ്യതയോ? ഒരു സാധ്യതയും ഇല്ല, 0% പറയും. സാധ്യതയേ ഇല്ല, 0% പറയും. ശതമാനം അല്ലേ? പെർസെന്റേജ് ആണ്. വാട്ട് ഈസ് ദ ചാൻസ് ടു ബി റെയിൻ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പ പറയുന്ന മറുപടി there is no chance, 0 chance. ഇപ്പോ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കക്ഷി എന്നോട് ചോദിച്ചപ്പോ വാട്ട് ഈസ് ദ ചാൻസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെയിൻ നൗ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി there is 100% chance, there is 100% probability because it is raining now. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. So no need of such a question എന്ന് പറയും. അതിന് പകരം ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരത്ത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നല്ല കാറും മഴയും ഇടിയൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ മാഷ ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചാൽ ഞാനൊന്ന് പുറത്തേക്ക് നോക്കും. നല്ല കാറും ഒക്കെ ഉണ്ട്, കാർമേഘം ഒക്കെ ഉണ്ട്, ക്ലൗഡ്സ് ഉണ്ട് അല്ലെ, തണ്ടർ സ്റ്റോം ഉണ്ട്. ഞാനപ്പോ പറയാ എന്താ, there is a 90% chance to be rain now. 90% സാധ്യതയുണ്ട് ഇപ്പൊ മഴ പെയ്യാൻ. I will answer like that അല്ലേ? പക്ഷെ എന്റെ ക്ലൗഡ്സ് ഒക്കെ കുറെ ദൂരെയാണ്, കാണാനുണ്ട്, എനിക്ക് ഉറപ്പൊന്നുമില്ല എങ്കിൽ ഞാൻ പറയാ, എനിക്ക് എന്റെ ഒരു ഉറപ്പില്ല എങ്കിൽ ഞാൻ പറയുക there is 50% of rain today. ഒരു 50% സാധ്യതയുണ്ട്. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ, ഇങ്ങോട്ടും വീഴാം അങ്ങോട്ടും വീഴാം, എനിക്ക് ഉറപ്പൊന്നുമില്ല. സോ ഐ വിൽ ടെൽ 50% ചാൻസ് ഈസ് there. ഞാൻ പറയും അല്ലേ? ഒരു കോയിൻ, ധോണി ഇപ്പൊ IPL തുടക്കാൻ പോവാ, രോഹിത് ശർമ്മയും ധോണിയും ടോസ് ചെയ്യാൻ പോവാ, കോയിൻ കയ്യിൽ വെച്ചിട്ട് അല്ലേ? ധോണിയോട് ചോദിക്കുകയാണ്, നമ്മുടെ ഗ്രേറ്റ് ക്യാപ്റ്റൻ ധോണിയോട്, MS ധോണിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ചാൻസ് ടു ഗെറ്റ് എ ഹെഡ് നൗ? ധോണി എന്താ പറയുക? ഒന്ന് ചിരിക്കും ഇതേപോലെ,
50% ചാൻസ് ഈസ് ദർ എന്ന് പറയും. 50% സാധ്യതയുണ്ട്, എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ധോണിയാണ് ഉറപ്പിക്കാൻ പറ്റില്ല. ധോണി ചിലപ്പോൾ പറയും 90% ചാൻസ്, സോ ഐ വിൽ ചൂസ് ഹെഡ് എന്ന് പറയും. പറഞ്ഞുകൂടായില്ല. പക്ഷെ ഞാനാണെങ്കിൽ അതല്ല പറയുക. ഞാൻ എന്തേ പറയുള്ളൂ, 50% ചാൻസ് ഈസ് ദർ. പക്ഷെ എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭത്തിലും in our life there are certain situations like this to predict a thing. ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ മുൻകൂട്ടി predict ചെയ്യേണ്ടി വരും. Or we have to find a chance. നമുക്ക് ചിലപ്പോൾ ചാൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരും. We have to find a probability. സാധ്യത കണ്ടെത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ധാരാളം സാധ്യതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള മാത്സിനെ പറ്റിയാണ്, ഗണിതത്തിനെ പറ്റിയാണ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഇത്ര നേരം മാഷ് പറഞ്ഞതിൽ തന്നെ പ്രോബബിലിറ്റിയുടെ കുറെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മാഷ് രണ്ട് സംഖ്യകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ. ഒന്നുകിൽ ഇന്ന് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, 100% സാധ്യത, 100%. അല്ലെങ്കിലോ മഴ പെയ്യുന്നില്ല, നിങ്ങളുടെ ഭാഗത്ത് നല്ല വെയിലാണ്, 0% ചാൻസ്. 0 and 100%. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ടുണ്ട്, മുഴുവനായിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്, അല്ലേ? സോ മാഷ്ക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ചാൻസ് എന്ന് പറയുന്നത് ഇവ രണ്ടെണ്ണത്തിന്റെയും ഇടയിലാണ് എന്നർത്ഥം. ഏത് രണ്ടെണ്ണത്തിന്റെയും ഇടയില്? 0%ന്റെയും 100%ന്റെയും ഇടയിലാണ് എന്നർത്ഥം. 0% എന്ന് പറഞ്ഞാൽ 0 divided by 100 and that is equal to 0 itself, 0 തന്നെ. And 100% means 100 divided by 100 and that is equal to 1. So probability lies between 0 and 1. സാധ്യത എല്ലായ്പ്പോഴും 0ന്റെയും 1ന്റെയും ഇടയിലാണ് കിടക്കുന്നത് എന്നർത്ഥം. ഗണിതശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ സാധ്യതകൾ 0ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കുന്നു. ഒന്നുകിൽ ഇല്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടുണ്ട്. ഇതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ സാധ്യതകളെല്ലാം. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ധോണിയുടെ ഹെഡ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ ഹെഡ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ടൈല് കിട്ടാനുള്ള സാധ്യത ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് കിടക്കുന്നത്. അഥവാ 0ന്റെയും 1ന്റെയും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 0ന്റെയും ഇടയിൽ 1ന്റെയും ഇടയിലുള്ള സംഖ്യ മിഡിൽ എന്ന് പറയുന്നത് 1/2, അര, അഥവാ 0.5 എന്നർത്ഥം. 0.5 അല്ലേ? സോ സാധ്യത എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ അഥവാ ദശാംശ സംഖ്യ ആയിരിക്കും എന്നർത്ഥം. 0ഉം 1ഉം ആകുമ്പോ പിന്നെ അവിടെ സാധ്യതകളില്ല കേട്ടോ, ഇല്ല. ഉണ്ട്, ഉറപ്പ്. സാധ്യതയ്ക്ക് അവിടെ ഒരു കാര്യമില്ല. സാധ്യത കിടക്കുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് എന്നർത്ഥം. അപ്പോഴേ നമുക്ക് സാധ്യതയെ പറ്റി സംസാരിക്കാൻ പറ്റൂ. ഉറപ്പുള്ള സന്ദർഭത്തിൽ സാധ്യതയെ പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇല്ലാത്ത സന്ദർഭത്തിലും സാധ്യതയെ പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. സാധ്യതയെ പറ്റി സംസാരിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കണം. Probability will always lies in between 0 and 1. In such situations, in such conditions only we can talk about the probability or chance. Otherwise there is no chance or 100% chance. അല്ലേ? So
ചാൻസിനെ പറ്റി, പ്രോബബിലിറ്റിയെ പറ്റി ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതട്ടെ. ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ചാൻസുകളുണ്ട്. മറ്റൊരു സന്ദർഭം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ചാൻസുമായി ബന്ധപ്പെട്ട്. another situation I am presenting in front of you where you have to find the probability or chance. സാധ്യത കണ്ടെത്തേണ്ട, ചാൻസ് കണ്ടെത്തേണ്ട മറ്റൊരു സന്ദർഭം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വേറൊന്നുമല്ല, 2 students, I can name, എന്താ പേര് പറയാം ഞാൻ വേണമെങ്കിൽ. ആ 2 സ്റ്റുഡൻസിന്റെ പേര് രാമു ആൻഡ് രാജു. ഓക്കെ, രാമു ആൻഡ് രാജു, 2 സ്റ്റുഡൻസ് or 2 persons, whoever it may be, ആരായിക്കോട്ടെ. They were playing a game. അവരൊരു ഗെയിം കളിക്കുക. എന്താണ് ഗെയിം എന്നറിയോ? 2 പെട്ടിയുണ്ട്, 2 ബോക്സസ്. ആ 2 ബോക്സിൽ കുറച്ച് ബോളുകൾ, ഈ 2 ബോക്സിൽ കുറച്ച് ബോളുകൾ ഇട്ടിട്ടുണ്ട്. ബോളുകൾ, ഒന്നാമത്തെ ബോക്സിൽ 5 റെഡ് ബോളുകൾ, 5 റെഡ് ബോളുകൾ. അതേപോലെ തന്നെ 5 ബ്ലൂ ബോളുകളും ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ബോക്സിൽ 6 റെഡ് ബോളുകളും 4 ബ്ലൂ ബോളുകളും ഉണ്ട്. ഓക്കെ, and they are starting the game. Our game is starting here. What is the game? They have to choose one box from this one. ഒന്നാമത്തെയും രണ്ടാമത്തെയും ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോക്സ് ചൂസ് ചെയ്യണം. അതിനുശേഷം ഗെയിം ആരംഭിക്കുക. എന്താണ് ഗെയിമിന്റെ റൂൾ എന്നറിയാം? They have to take a ball from the box, whichever box they have chosen. അവരെടുത്തിരിക്കുന്ന ഏത് ബോക്സ് ആയാലും അതിൽ നിന്ന് അവരൊരു ബോൾ എടുക്കണം. ഓക്കെ, whoever getting a red ball first, ആർക്കാണോ റെഡ് ബോൾ ഫസ്റ്റ് കിട്ടുന്നത് അവർ ജയിച്ചു. അതാണ് കളി. ഓക്കെ, സോ 5 5 10 ബോൾ കിട്ടി. റെഡ് ബ്ലൂ ഈക്വൽ ആണ്. ഇവിടെയും 10 ബോളുകളുണ്ട്. റെഡ് ബ്ലൂ 6 4 ഈക്വൽ അല്ല. ഇതിൽ നിന്ന് ഒരു ബോക്സ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. ആ കളി നടക്കില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ? രാജു തല്ലാവും അവിടെ. എന്തിനാന്ന് മനസ്സിലായോ? അതന്നെ, ഏത് ബോക്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ ഇങ്ങനെ ഒരു കളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളാണെങ്കിൽ ഇതിലെ ഏത് ബോക്സാ സെലക്ട് ചെയ്യാം? എടുക്കുന്നതിൽ ആദ്യം റെഡ് കിട്ടുന്ന ആള് ജയിക്കുന്ന. ഇത് സെലക്ട് ചെയ്യോ? ഏതാ സെലക്ട് ചെയ്യുക? യെസ്, ഏതാ സെലക്ട് ചെയ്യുക? നമ്മളാണെങ്കിൽ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ബോക്സാണ്. എന്തുകൊണ്ട്? അതിനാണ് ഏറ്റവും കൂടുതൽ റെഡ് ബോൾ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് റെഡ് കിട്ടാനല്ലേ സാധ്യത കൂടുതൽ ഉണ്ടാവുക, സംശയമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ സാധ്യത കണക്കാക്കുക? മറ്റൊന്നുമല്ല, ഇതിൽ 10 ബോളാണ്. 10 ബോള് നമ്മളിങ്ങനെ എടുക്കുമ്പോ അതിൽ 5 എണ്ണം റെഡാണ്, 5 എണ്ണം റെഡാണ്. 10ൽ 5. അപ്പൊ ഇവിടെ നിന്ന് ഒരു റെഡ് ബോള് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെ, റെഡ് ബോള് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്ന് പറയുന്നത് ഈ ബോക്സിൽ നിന്ന് എത്രയാണ്? 5/10 ആണ്. 10ൽ 5 ആണ്. 10ൽ 5 എന്ന് പറഞ്ഞാൽ എത്രയാ ഉത്തരം? 1/2.
അഥവാ 0.5. അതായത് പകുതി ചാൻസേ ഉള്ളൂ എന്നർത്ഥം. നേരത്തെ നമ്മൾ കോയിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഹെഡോ ടെയിലോ കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/2, പകുതി സാധ്യതയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് മനസ്സിലായോ? ഒരു കോയിന് 2 ഭാഗങ്ങളാണുള്ളത്, ഒരു ഹെഡും ഒരു ടെയിലും. നമ്മൾ മുകളിലേക്ക് ഇടുമ്പോ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, 2-ൽ 1. അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട് അവിടുന്ന്, സാറേ അതിങ്ങനെ നിലത്ത് കുത്തി വീണിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ? ആ കളി വേറെ കളിച്ചോട്ടോ, അത് ഇന്ത്യത്തേക്ക് കൊണ്ടുവരണ്ട, അത് വേറെ ആയിട്ട് അവിടെ കളിച്ചാൽ മതി. ഓക്കെ, റെഡി? നമുക്ക് ഇങ്ങനത്തെ കളി മതി. ശരി, അപ്പൊ ഇവിടെ 10 ബോളുകളുള്ള ബോക്സിൽ നിന്ന് 5 റെഡ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള സാധ്യത 10-ൽ 5, 5 ഔട്ട് ഓഫ് 10 അല്ലെ? അഥവാ 1/2 ചുരുക്കി എഴുതുമ്പോൾ 0.5 ആണ്. എന്നാൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബോക്സിലെ പ്രോബബിലിറ്റി ഓഫ് റെഡ്, ഞാനിത് ചുരുക്കി എഴുതാണ്, P of R, അത് കിട്ടാനുള്ള സാധ്യത 6 ഉണ്ട് 10 എണ്ണത്തിന്. അഥവാ 10 പ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് ബോളുകൾ എടുക്കുമ്പോൾ 6 പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടാം? റെഡ് കിട്ടാം. അത് ആദ്യത്തെ ആവാം, രണ്ടാമത്തെ ആവാം, മൂന്നാമത്തെ ആവാം, അതൊക്കെ ആവാട്ടോ. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗോഡ്. അത് ദൈവം തീരുമാനിക്കും ഏതാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ റെഡ് കിട്ടണമെന്നുള്ളത് ദൈവം തീരുമാനിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 എണ്ണവും ബ്ലൂ ആണ് കിട്ടുക, പിന്നെ ഉള്ള 6 എണ്ണമായിരിക്കും ചിലപ്പോൾ റെഡ് കിട്ടുക. ഭാഗ്യം ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ സാധ്യത ഉണ്ട്. അവിടെ ഒരു സാധ്യത വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്ന് പറയുന്നത് 6/10 ആണ്. 6/10 എന്ന് പറയുന്നത് 0.6 ആണ്. വിച്ച് ഈസ് ലാർജർ. ഏതാണ് കൂടുതൽ എന്ന് പറയുന്നത്? ഇതാണ് കൂടുതൽ. കണ്ടാ, ഇതാണ് കൂടുതൽ എന്ന് പറയുന്നത്. 0.5നേക്കാൾ കൂടുതലാണ് 0.6 എന്ന് പറയുന്നത്. സോ ഈ ഒരു കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ തമ്മിൽ തല്ലുണ്ടാവും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ക്വാറലിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ രണ്ടാമത്തെ പെട്ടി എടുക്കാനാണുള്ള ശ്രമം ചെയ്യുക എന്നർത്ഥം. എനിക്ക് ഇത് മതി എന്നാണ് പറയുക, അല്ലേ? ശരി, ഞാൻ അവിടെ വരുന്നു, ഞാൻ അതിൽ ഇടപെടുന്നു. ഞാൻ എന്താ ഇടപെടുന്നു എന്നറിയോ? ഞാൻ ഇതിലുള്ള ഒരു റെഡ് ബോൾ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ ഓക്കെ, ഈ ഒരു ബോക്സിലേക്ക് ഇടുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, രാമുവിനോട് രാജുവിനോട് പറയുകയാണ്, ഇനി നിങ്ങളൊരു ബോക്സ് എടുക്കും, എന്നിട്ട് നിങ്ങൾ കളി തുടരെ, അപ്പൊ പിന്നെ പ്രശ്നം തീരുമല്ലോ എന്ന് ഞാൻ പറയുകയാണ്. സോ വാട്ട് ഐ എം ഡൂയിങ്? യെസ്, ഞാൻ അവിടെ ബോക്സുകൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ, രണ്ടാമത്തെ. എന്താ ഞാൻ ചെയ്യുന്നത്? ഇതിൽ നിന്ന് റെഡ് ബോൾ എടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോ എന്റെ പെട്ടിയിലെ റെഡ് ബോളുകളുടെ എണ്ണം ഇപ്പോ ഒന്നാമത്തെ പെട്ടിയിൽ എത്രയായി? 6. മനസ്സിലാവും? 6. ബ്ലൂ ബോൾ എന്ന് പറയുന്നതോ എത്രയാ? 5 എണ്ണം തന്നെ. ഞാൻ മാറ്റുന്നൊന്നുമില്ല കേട്ടോ, 5 എണ്ണം തന്നെ ഞാൻ മാറ്റുന്നു. രണ്ടാമത്തെ പെട്ടിയിലോ? രണ്ടാമത്തെ പെട്ടിയിലെ റെഡ് എന്ന് പറയുന്നത് ഇപ്പോ എത്രയായി മാറി? 5. ഒന്ന് കുറഞ്ഞു അവിടെ. ബ്ലൂ ബോൾ എന്ന് പറയുന്നതോ അത് 4 തന്നെയാണ്. ബ്ലൂ ബോൾ എന്ന് പറയുന്നത് 4 തന്നെയാണ്. അതിന് മാറ്റം. എന്ന് ഞാൻ പറയുകയാണ് രാമുവിനോട് രാജുവിനോട്. Now you can continue the game. First select a box from these two. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തോ. Then we can check whoever wins. അപ്പൊ രാമു രാജു തന്നൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം രാമുവിന് രാജുവിന് ഉറപ്പൊന്നുമില്ല ഇതിലിപ്പോ ഏതെടുത്തിട്ടുണ്ട് വെച്ചാലാണ് നമുക്ക് ലാഭം, അല്ലേ? രാമു കുറച്ചും കൂടിയൊക്കെ മാത്സിന് പിടിക്കാനായതുകൊണ്ട് രാമു കടലാസൊക്കെ എടുത്തു, വേഗം പേനയൊക്കെ എടുത്തു. രാമു ഇതേപോലെ മാഷ എഴുതി, അതേപോലെ തന്നെ എഴുതി പ്രോബബിലിറ്റി ഓഫ് റെഡ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു എത്ര റെഡ് ഉണ്ട്? 6 ഉണ്ട്. ആകപ്പാട് 5, 6, 11 ഉണ്ട്. 11 പ്രാവശ്യം ഇതിൽ നിന്ന് ബോളുകൾ എടുത്തിട്ടുണ്ടെച്ചാൽ അതിൽ നിന്ന് 6 പ്രാവശ്യം റെഡ് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. 6/11.
11 6. 11 6 എന്ന് പറയുമ്പോ ഏകദേശം അര ആവുന്നുള്ളൂ കേട്ടോ, അല്ലെ? കാരണം 6/12 എന്ന് പറയുമ്പോഴാണ് അല്ലെ ഏകദേശം ഒരു അരയുടെ ഏകദേശം അരാന്നല്ല, ഒരു അരയുടെ തൊട്ട് മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. 12 6 എന്ന് പറയുമ്പോഴാണ് അര. അപ്പൊ 6/11 എന്ന് പറയുമ്പോൾ ലേശം കൂടുതൽ എന്ന് പറയാം, അല്ലെ? ഓക്കെ. രാമു അതേപോലെ തന്നെ അടുത്ത പെട്ടിയുടെയും ഒന്ന് സാധ്യത കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് റെഡ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 4 5 9, അല്ലേ? 9. രണ്ടും കാൽക്കുലേറ്റർ ഒക്കെ എടുത്തു. 6/11 എത്രയായിരിക്കും? കാരണം ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്നില്ല അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നോക്കേ. അറിയാം, രാജുവിന് അത് അറിയാം കേട്ടോ, ഈ രണ്ട് ഫ്രാക്ഷനിൽ ഏതാണ് വലുത് എന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള വഴി അറിയാം. എങ്ങനെയാണെന്നറിയോ? 6 9 54, 11 × 5 55. ഏത് ഭാഗത്താ കൂടുതൽ? ഈ ഭാഗത്താണ് കൂടുതൽ എന്നർത്ഥം. ഇപ്പോഴും ജയിക്കാനുള്ള സാധ്യത, ചാൻസ് കൂടുതലുള്ളത് കഴിഞ്ഞ കളിയിലത്തെ അതേപോലെ തന്നെ ഏതിൽ നിന്നാണ്? ഇതിൽ നിന്നാണ് എന്നർത്ഥം. ഇവിടെയും ഇതിൽ നിന്നായിരുന്നു. നമുക്കൊരബദ്ധം പറ്റാം. നമ്മൾ ഇതിൽ നിന്നൊരു ബോൾ എടുത്ത് ഇതിലേക്ക് ഇടുമ്പോ നമ്മൾ വിചാരിക്കാം ഇതിൽ കൂടുതലായി, അതുകൊണ്ട് ഇതിലാണ് കളി ജയിക്കാനുള്ള സാധ്യത എന്ന്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. കാരണം ഇവിടെ ടോട്ടലിന്റെ എണ്ണം എന്താ ചെയ്ത്? കൂടി 10ൽ നിന്ന്. ഇവിടെ ടോട്ടലിന്റെ എണ്ണം എന്താ ചെയ്ത്? 10ൽ നിന്ന് കുറയുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസാ. പക്ഷെ കളി ജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴും എവിടെ തന്നെയാണ്? രണ്ടാമത്തെ പെട്ടിയിൽ തന്നെയാണ്. നമുക്കൊരു റോങ് വരാം. എന്ത് വരാം? നമ്മൾ വേഗം നേരത്തെ പോലെ ഇവിടെ 6 അപ്പൊ ഇതല്ലേ എടുത്തത്, ഇപ്പൊ ഇവിടെ 6 കൂടുതലാണല്ലേ, എന്നാ ഇതെടുത്തറിയാം എന്ന് വിചാരിക്കും. പറ്റുമോ? ഇല്ല. സോ ഇനി രാമും രാജു കൂടി അവിടെ എന്താച്ചാ പരിപാടി ചെയ്തോട്ടെ, കളിച്ചോട്ടെ, ആരാച്ചാ ജയിച്ചോട്ടെ, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ അവിടുന്ന് മാറിപ്പോവാണ്. കാരണം ആ തല്ല് എനിക്ക് പിരിച്ചുവിടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ്, അതിനുള്ള സമയമല്ല, അതുകൊണ്ടാണ്. സോ മാഷ് ഇന്ന് പറഞ്ഞത് എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളതിനെ പറ്റിയാണ്. എന്താണ് പ്രോബബിലിറ്റി? ചാൻസ്, സാധ്യത. എപ്പോഴാണ് ചാൻസ് ഉണ്ടാവുക? നമുക്കൊരു ഉറപ്പില്ലാത്ത സന്ദർഭത്തിലാണ്. അതാവോ ഇതാവോ, അത്ര വരുമോ ഇത്ര വരുമോ എന്ന് പറയാൻ പറ്റാത്ത സന്ദർഭത്തിലാണ്. ചാൻസ് കിടക്കുന്നത് എല്ലായ്പ്പോഴും രണ്ട് സംഖ്യകൾക്കിടയിലാണ്. ആർക്ക്? 0ന്റെയും 1ന്റെയും. ഓർ ഇറ്റ് ഈസ് ഫ്രാക്ഷൻ, or it is a decimal less than 1. ഒന്നിനേക്കാൾ ചെറിയ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെസിമൽ ആണ് എന്നർത്ഥം, അല്ലെ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭത്തിലും ഇതുപോലെ പ്രോബബിലിറ്റി അഥവാ ചാൻസ്, പലപ്പോഴും ഗെയിമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സാധ്യതകൾ കൂടുതലായിട്ട് വരാറുള്ളത്, അല്ലെ? ബെറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ ശരിക്കും ഈ സാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതൽ കിടക്കുന്നത്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട കേട്ടോ, ബെറ്റിങ്ങിലേക്കൊന്നും പോകണ്ട. നമുക്കിപ്പോ എന്താണ് സാധ്യത, എന്താണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഇപ്പൊ മാഷ് വളരെ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അതൊരു കളിയിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ. അപ്പൊ എന്താണ് ചാൻസ് എന്നുള്ളത് പറഞ്ഞു. ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് മാഷ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് നിർത്താം. എന്താണ് ചോദ്യം എന്നറിയോ? ചോദ്യം മറ്റൊന്നുമല്ല, ഇതാ. One is asked to say a 2-digit number. ഒരാളോട് ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞു. 2-digit നമ്പർ, 2 ഡിജിറ്റ്. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, 10ൽ നിന്ന്. 10ൽ നിന്ന് ഏതുവരേക്ക് വരും 2-digit നമ്പർ എന്ന് പറയുമ്പോൾ? യെസ്, 99 വരേക്ക് വരും. ഓക്കെ, സോ മഷൂടെ എഴുതാൻ പോവുകയാണ്. ഏത് മുതൽക്ക്? 10 മുതൽക്ക് 99 വരെ. 10 മുതൽ 99 വരെ എന്ന് പറയുമ്പോൾ അതില് എത്ര സംഖ്യകൾ ഉണ്ടാവും? ഒന്ന് ആലോചിച്ചേ. 10 മുതൽ 99 വരെ എന്ന് പറയുമ്പോൾ
99 10 അങ്ങോട്ട് കുറച്ച് 89, അത് കൂടെ 1 കൂട്ടുകയും വേണം അല്ലേ? വേണ്ടേ? 1 അധികമാണ്. യെസ്, 90 സംഖ്യകൾ ഉണ്ടാവും. ടോട്ടൽ 90 ഉണ്ടാവും അല്ലേ? ടോട്ടൽ 90. ഓക്കെ, സോ ടോട്ടൽ 90. അതവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പൊ അയാൾ ഈ 90 സംഖ്യകളിൽ ഏതും പറയാം. ഏതാ പറയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് 90 അവസരം കൊടുക്കുകയാണ് നമ്മൾ. 90 സംഖ്യകളും പറഞ്ഞോ, 10 പറഞ്ഞോ, 11 പറഞ്ഞോ, 12 പറഞ്ഞോ, 13 പറഞ്ഞോ, അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന സംഖ്യ, അയാൾ പറയുന്ന സംഖ്യ, what is the probability that it being a perfect square? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യത എന്തെന്നാ ചോദ്യം. സോ നമുക്ക് അറിയണം ഏതൊക്കെയാണ് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ വർഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അതും 2 ഡിജിറ്റിന്റെ ഉള്ളിൽ തന്നെ വരികയും വേണം. 2ന്റെ സ്ക്വയർ എടുത്താൽ 4, ഇതിൽ വരില്ല. 3ന്റെ സ്ക്വയർ എടുത്താൽ 9, ഇതിൽ വരില്ല അല്ലെ? 4ന്റെ സ്ക്വയർ എടുത്താൽ 16 അല്ലേ? അത് ഇതിൽ വരും. സോ മാഷൊന്ന് എഴുതാൻ പോവാണ്. നമുക്ക് വേണ്ടതെല്ലാം എഴുതാൻ പോവാണ്. 16, പിന്നെ 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 89, 10ന്റെ സ്ക്വയർ 100. എടുക്കണോ? വേണ്ട. കാരണം എന്തുകൊണ്ടാ? അത് 2 ഡിജിറ്റ് അല്ലല്ലോ, അത് 3 ഡിജിറ്റ് ആയിപ്പോയില്ലേ. നമുക്ക് 2 ഡിജിറ്റ് അല്ലേ വേണ്ടു. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നർത്ഥം. ഏതൊക്കെ? 1 2 3 4 5 6 എണ്ണം. അയാള് 90 സംഖ്യകൾ പറയാം, നമുക്ക് അതിൽ നിന്ന് 6 എണ്ണമേ വേണ്ടൂ. അഥവാ അയാൾ 90 സംഖ്യകൾ പറയുമ്പോ അതിൽ 6 എണ്ണം നമുക്ക് വേണ്ടതാണ്, നമുക്ക് വേണ്ട ആവശ്യമുള്ളതാണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ദ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, എനിക്ക് വേണ്ടത് 6 എണ്ണമാണ്, അയാൾക്ക് 90 എണ്ണം പറയാം. സോ 6 ഡിവൈഡഡ് ബൈ 90. യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ്. നിങ്ങൾക്ക് അതിനെ ചെറുതാക്കി എഴുതാം. നോക്കാം, വീണ്ടും ഒരു ചെറിയ ഡെസിമൽ നമ്പർ ആണ്, 0ന്റെയും 1ന്റെയും ഇടയിലുള്ളതാണ്. മോഡിൽ എപ്പോഴും ചെറിയ സംഖ്യ, താഴത്ത് എപ്പോഴും വലിയ സംഖ്യ. മോഡിലുള്ളത് നമുക്ക് വേണ്ടത്, താഴെയുള്ളത് ടോട്ടൽ. സോ ഇന്ന് ലാസ്റ്റിൽ മാഷ് നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം കൂടി പറയുന്നു. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ, നമുക്ക് വേണ്ടത് ഫേവറബിൾ ഔട്ട്കംസ്. നമുക്ക് വേണ്ട എണ്ണം. അപ്പോ വേണ്ട എണ്ണം ബൈ ടോട്ടൽ ഔട്ട്കം, ആകെ എണ്ണം. സോ പ്രോബബിലിറ്റി can be defined as, ഒരു തരത്തിൽ പ്രോബബിലിറ്റി can be defined as എന്ത്? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം, ആകെയുള്ള എണ്ണം. Is it clear? Yeah. റെഡി അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇന്ന് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ബന്ധപ്പെട്ട, അതായത് ബോക്സുകളും ബോളുകളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കണക്കുകളുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കണക്കുകളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ മാഷ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിൽ നോക്കി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ചോദ്യങ്ങളെല്ലാം. സോ എന്താണ് സാധ്യത, എന്താണ് പ്രോബബിലിറ്റി? ഇസ് ക്ലിയർ ആയിട്ടുണ്ടാവും. നല്ല രസമുള്ള കാര്യമല്ലേ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻജോയ് ഇറ്റ്. സോ അടുത്ത ക്ലാസ്സിലെ അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.